ഹലോ, വെൽക്കം ടു ലെസൺ 4. ഇതിനു മുമ്പത്തെ 3 ലെസൺസിൽ നമ്മൾ അത്യാവശ്യം ബേസിക് ആയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഈ ടോപ്പിക് ഞാൻ ഇതിനു മുമ്പ് കവർ ചെയ്തിട്ടില്ല. കൂടാതെ ഈ ടോപ്പിക്കാണ് കുറേ പേര് തെറ്റുവരുത്തുന്ന ഒരു ഏരിയ. അപ്പൊ ഇന്ന് എന്താ കവർ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എപ്പോഴാണ് ട്രെയിൻ ലീവ് ചെയ്യുക, പുറപ്പെടുക എന്ന് ചോദിക്കുക എങ്ങനെയാ? എപ്പോഴാന്ന് പറയാൻ വെൻ. നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പൊ ബസ്സിന്റെ പുറപ്പെടുന്ന സമയം, ട്രെയിനിന്റെ പുറപ്പെടുന്ന സമയം, സിനിമയുടെ സമയം, ഇതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയുക. ഓക്കെ, അതൊന്ന് ആലോചിച്ച് ചോദിക്കുക. നമ്മൾ പൊതുവെ ഫ്യൂച്ചറിൽ എപ്പോഴാണ് ചോദിക്കാൻ ബില്ല് വെച്ചാണ് ചോദിക്കുക. പക്ഷേ നമ്മളിങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ പ്രസന്റിലാണ് പറയുക. അപ്പോൾ ഇതിങ്ങനെ പറയാം, ട്രെയിനിന്റെ സമയം, ട്രെയിൻ നേത്രാവതി എക്സ്പ്രസ് ഇന്ന മണിക്ക് ഇന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുന്നു, എല്ലാ ദിവസവും അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ അത് പുറപ്പെടുന്ന ദിവസമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? സമയം മാറാറില്ലല്ലോ പൊതുവെ. അപ്പൊ ഇങ്ങനെ പറയാ, വെൻ ഡസ് ദ ട്രെയിൻ ലീവ്, അങ്ങനെ തന്നെ പറയാം കേട്ടോ. വെൻ ഡസ് ദ ട്രെയിൻ ലീവ്. ഇനി ഈ ട്രെയിൻ എത്ര മണിക്കാ പുറപ്പെടുന്ന അറിയാവോ, അങ്ങനെ ചോദിക്കണമെങ്കിലോ? അപ്പൊ നമ്മൾ വിചാരിക്കും 2 സെന്റൻസും ഒന്നല്ലേന്ന്. ഡിഫറൻസ് എന്താ അവിടെ? നിങ്ങൾക്ക് അറിയോ എത്ര മണിക്കായി ട്രെയിൻ പുറപ്പെടുകയെന്ന്? അത് പറയുമ്പോൾ സെന്റൻസ് അങ്ങനെ മാറും. വെൻ ഡസ് ദ ട്രെയിൻ ലീവ് മാറിയിട്ട് ഡു യു നോ, അറിയാമോ, വെൻ ദ ട്രെയിൻ ലീവ്സ്, അങ്ങനെ ആവും. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസസ് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് പഠിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ഇന്നൊരു കാര്യം വേണം എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിൽ പറയാം. ഇവിടെയാണ് നമ്മൾ പൊതുവെ കോളാക്കുക സംസാരിക്കുമ്പോൾ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കേട്ടിട്ട് ചിലപ്പോൾ അവിടെ നിങ്ങളുടെ ആൾക്കാർക്ക് നല്ല ദേഷ്യം പിടിക്കും, കൃത്യമായ സെൻറ്റൻസുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പൊ അതും ഇന്ന് പഠിക്കും. ഓക്കെ, വാണ്ട്സ് ആൻഡ് പ്രെഫറൻസസ് ഒക്കെ പഠിക്കും. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഹോംവർക്കിന്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. അവള് പുസ്തകം കൊണ്ടുവന്നോ? പാസ്റ്റ് ടെൻസിലെ ചെയ്ത് കഴിഞ്ഞാണോ? അവള് കൊണ്ടുവന്നതാണോ? അല്ലെ, കൊണ്ടുവന്നോ എന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞോ? ഡിഡ് ഷി ബ്രിങ് ദ ബുക്ക്? ഒട്ടുമിക്ക എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ചിലര് ഹാസ് ഷി ബ്രോട്ട് ദ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ കറക്റ്റ് ഉത്തരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ വേണമെങ്കിൽ പറയാം. ഒരേ മീനിങ് ആണ് ഇവിടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തതാണ്. അറിയാത്തവര് ആദ്യത്തെ ലെസൺ മുതൽ കാണണം. കാരണം ഈ സീരീസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സീരീസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം നമ്മൾ ഈ ടെൻസുകളും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഇത് ആപ്ലിക്കേഷനിൽ വരുമ്പോൾ പലർക്കും ബബബ അടിക്കും. അപ്പൊ അതാണ് ഈ സീരീസ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അടുത്തത്, അവർക്ക് ആൻസേഴ്സ് അറിയാമോ? ഡു ദേ നോ ദ ആൻസേഴ്സ്? ഒറ്റ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. ഡു ദേ നോ ദ ആൻസേഴ്സ്, അല്ലെ? സിമ്പിൾ പ്രസന്റിലെ സെൻസ് ആണ്. അവള് ഫിഷ് കഴിക്കാറുണ്ടോ? ഡസ് ഷീ ഈറ്റ് ഫിഷ്? ഇതും എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. അടുത്തത്, നീ എപ്പോഴെങ്കിലും ഒരു പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? എക്സ്പീരിയൻസ് പറയാണ്. അപ്പോ ഹാവ് യു എവർ സീൻ എ ഗോസ്റ്റ്? ഗോസ്റ്റ് ആണ് പ്രേതം. അപ്പോ ഇതില് ഹാവ് യു സീൻ എ ഗോസ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ മാർക്കിട്ട് തരും. കാരണം എവർ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ, എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോഴാണ് എവർ എന്ന് പറയാം. എവർ എന്ന് പറഞ്ഞില്ലെങ്കിലും നീ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എവർ ഇട്ടില്ലെങ്കിലും ഞാൻ മാർക്ക് തരും. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ചോദിക്കണമെങ്കിൽ എവർ ഇട്ടിട്ട് പറയാം കേട്ടോ. ഹാവ് യു എവർ, ഹാവ് യു എവർ, അത് പഠിച്ചു വെക്കുക. അതാണ് ചങ്ക് പഠിച്ചു വെക്കേണ്ടത്. ഹാവ് യു എവർ ബിൻ ടു പാരീസ്? പാരീസിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? നീ യൂറോപ്പിലൊക്കെ പോയതില്ലേ? ഹാവ് യു എവർ ബിൻ ടു പാരീസ്? അങ്ങനെ. ഹാവ് യു എവർ സീൻ എ ഗോസ്റ്റ്? അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഇലക്ഷന്റെ തിരക്കിലായതുകൊണ്ട് ഹോംവർക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എത്ര മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നത്? അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞെന്താ, എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടുന്നത്? ഇവിടെ ഞാൻ ചോദിക്കുന്നത് എത്ര മണിക്കാണ്. അപ്പൊ എങ്ങനെയാ വ്യത്യാസം? എന്താ വ്യത്യാസം? എപ്പോഴാന്ന് പറയുമ്പം വെൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴാന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് പറയാം. അങ്ങനെ കൃത്യമായ സമയം അല്ലെങ്കിലും എപ്പോഴാണെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, അല്ലെ? വൈകുന്നേരമാണ് പുറപ്പെടുന്നത്, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ എത്ര മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല. 4:20 എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. കൃത്യമായ സമയം പറയേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ചോദ്യം അതനുസരിച്ച് മാറ്റണം. എപ്പോഴാ പുറപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ വൈകുന്നേരം രാവിലെ എന്നൊക്കെ ഉത്തരം പറഞ്ഞൊന്നും വരാം. ചിലർക്ക് തന്നെ പാവം തോന്നി കറക്റ്റ് സമയം പറഞ്ഞൊന്നും വരാം. പക്ഷെ കൃത്യമായ സമയം അറിയണമെങ്കിൽ വാട്ട് ടൈം തന്നെ ചോദിക്കണം കേട്ടോ. അപ്പൊ എത്ര മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നത്? വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ്? ഓക്കെ, ട്രെയിൻ എത്ര മണിക്കാണ് പുറപ്പെടുക എന്ന് പറയാമോ? അതെങ്ങനെ പറയും? പറയാമോ എന്നൊന്ന് പറയാമോ എന്നൊക്കെ പറയുമ്പോൾ ക്യാൻ യു ടെൽ മീ? ആ ചങ്ക് പഠിച്ചു വെക്കോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ക്യാൻ യു ടെൽ മീ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയേണ്ടതെന്നുള്ള കാര്യം നമുക്ക് പറയാം. പക്ഷെ ആദ്യം ചോദിക്കാം, ക്യാൻ യു ടെൽ മീ, എൻ്റെ അടുത്ത് പറയാമോ? എന്ത്? എത്ര മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നത് എന്ന്. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ് വേണ്ട, നമ്മൾ ഉത്തരം കൊടുക്കില്ലേ? വാട്ട് ടൈം the train leaves? The train leaves at 11:30 എന്ന് പറയില്ലേ? അപ്പൊ
ആ ഉത്തരം പറയുന്ന ഫോർമാറ്റിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഡസ് ഒന്നും ഇട്ട് പറയണ്ട. ഇത് എപ്പോഴാണ് ഇങ്ങനെ പറയേണ്ടതെന്ന് പറയുന്നത്, ക്യാൻ യു ടെൽ മീ മുതലായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈ മെയിൻ ക്വസ്റ്റിന് മുമ്പ് ചേർക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാമോ ഇത് എപ്പോഴാണ് പുറപ്പെടുന്നതെന്ന് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പ് വരുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് വരുമ്പോൾ നമുക്ക് ആ സെന്റൻസ് സ്ട്രക്ചർ മാറും. ക്യാൻ യു ടെൽ മീ, എൻ്റെ അടുത്ത് പറഞ്ഞുതരാമോ എന്ത്, വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ് എന്നല്ല, വാട്ട് ടൈം ദ ട്രെയിൻ ലീവ്സ്. ആ ഡസ് വേണ്ട, പകരം ലീവ്സ് വേണം. ദ ട്രെയിൻ സിംഗുലർ അല്ലേ, അപ്പൊ ലീവ്സ്. ക്യാൻ യു ടെൽ മീ വാട്ട് ടൈം ദ ട്രെയിൻ ലീവ്സ്. ഇതെന്താണെന്നറിയോ, നമ്മൾ തെറ്റായിട്ട് പറഞ്ഞ് ശീലിച്ച് നമുക്ക് കറക്റ്റായിട്ട് സെൻസ് പറയുമ്പോൾ അത് അങ്ങനെയല്ലോ തോന്നും. ഇതാണ് ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായ സെൻറ്റൻസ് ഒരു 10 തവണ ഒന്ന് ഉറക്കെ പറഞ്ഞാലേ ബ്രെയിനിന് ഇതിങ്ങനെയാണല്ലേ എന്നുള്ളൊരു ബോധം വരുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ്, ക്യാൻ യു ടെൽ മീ വാട്ട് ടൈം ദ ട്രെയിൻ ലീവ്സ്. ഓക്കെ, ഇനി ഈ ക്യാൻ യു ടെൽ മീന് പകരം കുറച്ചുകൂടെ പൊലൈറ്റ് ആയിട്ട് പറയണമെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ. ഇനി പ്ലീസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും പ്ലീസ് ഇട്ടോളൂ കേട്ടോ. കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ദ ട്രെയിൻ ലീവ്സ്. ഓക്കെ, അപ്പോൾ ഈ കുഡ് യു പ്ലീസ് ടെൽ മീ എന്ന് പറഞ്ഞ് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ നല്ല എന്താ പറയാ, നല്ല പൊലൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും. അയാൾ എന്തിനാ ഇപ്പം നമ്മൾ ട്രെയിൻ എത്ര മണിക്കാണ് പോകുന്നത് പറഞ്ഞിരുന്നത്, അയാൾക്ക് നമ്മളോട് സ്നേഹം തോന്നണ്ടേ? അങ്ങനെ തോന്നണമെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ എന്ന് ഉപയോഗിച്ച് ശീലിക്കണം കേട്ടോ. കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ദ ട്രെയിൻ ലീവ്സ്. ഞാൻ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവുണ്ടോ? നിങ്ങളൊന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കൂ, കിട്ടും. കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ദ ട്രെയിൻ ലീവ്സ്. സൂപ്പർ. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു കേട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ വെൻ എന്നിവിടെ ഉപയോഗിക്കാതിരുന്നത് വാട്ട് ടൈം എന്ന് ഉപയോഗിച്ചതെന്ന്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ആരാണ് പാർട്ടിക്ക് വരുന്നത്? എങ്ങനെ പറയാ? ഇത് സാധാരണ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. ആരാണ് ഹൂ. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് അല്ലേ? അച്ഛനും അമ്മയും പിന്നെ അളിയനും ഭാര്യയാണ് പാർട്ടിക്ക് വരുന്നത്. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കണം ആരാണ് പാർട്ടിക്ക് വരുന്നത്. അപ്പോൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുക അല്ലേ? ഡാഷ് ഈസ് കമ്മിങ് ടു ദ പാർട്ടി. ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. ആരാണ് വരുന്നത്? ഫാദർ, മദർ ആൻഡ് മൈ ഹസ്ബൻഡ് ആർ കമ്മിങ് ടു ദ പാർട്ടി. അങ്ങനെ ഉത്തരം മനസ്സിലായോ? അപ്പോൾ ആരാണ് പാർട്ടിക്ക് വരുന്നത് എങ്ങനെ പറയാ? ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. കേട്ടോ, ടു ദ പാർട്ടി ടു ആണ് വരിക. അത് പലരും അതും പലരും തെറ്റിക്കാറുണ്ട്. ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. ആരാണ് പാർട്ടിക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ചോദിക്കണമെങ്കിലോ, അവരുടെ വീട്ടിൽ നിന്ന് ആരോ വരുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആരാണ് പാർട്ടിക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ എങ്ങനെ പറയാ? ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത് അതെങ്ങനെ പറയാ? ഡു യു നോ. എന്താണ്? ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. അവിടെ ഡൂ ഡസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഡു യു നോ ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. അപ്പൊ ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി അതേപോലെ തന്നെ ഇപ്പുറത്ത് ഡു യു നോ ഇട്ടാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡു യു നോ ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. ഒന്നുകൂടെ, ഡു യു നോ ഹൂ ഈസ് കമ്മിങ് ടു ദ പാർട്ടി. എന്താണ് അദ്ദേഹം നേരത്തെ പോയത്? ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് അദ്ദേഹം നേരത്തെ പോയത് എങ്ങനെ പറയും? എന്തുകൊണ്ടാണെന്ന് പറയാൻ അല്ലെ, കാരണം അറിയണമെങ്കിൽ വൈ. പോയി അയാൾ നേരത്തെ അല്ലെ, അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി അത് എന്തുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ വൈ ഡിഡ് ഹി ലീവ് ഇത്ര നേരത്തെ? സോ ഏർലി. അല്ല, വളരെ നേരത്തെ പോയി. എന്തുകൊണ്ടാണ് അദ്ദേഹം വളരെ നേരത്തെ പോയത്? വൈ ഡിഡ് ഹി ലീവ് സോ ഏർലി. അപ്പൊ ഏർലി എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ ഏർലി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇത്രയും നേരത്തെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പോഴാണ് നമ്മൾ സോ ഏർലി എന്ന് പറയാ. വൈ ഡിഡ് ഹി ലീവ് സോ ഏർലി. ഓക്കെ, ഇനി ഇതിന്റെ ഇൻഡയറക്റ്റ് നോക്കി നോക്കാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര നേരത്തെ പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ ആ സെന്റൻസ് ഉണ്ടാക്കുക. പക്ഷെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയില്ല. നമ്മൾ എങ്ങനെ പറയാൻ അറിയോ? എന്തുകൊണ്ടാണോ അയാൾ ഇത്രയും നേരത്തെ പോയത്? ആവോ എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവം? ഒരു അത്ഭുതം. ആവോ, എന്തുകൊണ്ടാണാവോ? അപ്പൊ നമ്മൾ ഈ ഇംഗ്ലീഷ് സെന്റൻസ് ഡയറക്ട്ലി ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, എന്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പോയത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. പക്ഷെ ഒരിക്കലും ഇന്ന് വരെ ഒരാൾ ഇങ്ങനെ മലയാളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്, മനസ്സിലായോ? ആ ഒരു വികാരം ഉൾക്കൊണ്ട് ഞാൻ മനസ്സിലായി. ഉമ്മറിനെ പോലെ വികാര ജീവിയായി നമ്മൾ മാറണം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. ഞാൻ വെറുതെ തമാശക്കാരനല്ല. നിങ്ങൾ വികാരങ്ങൾ ഉൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിമിലർ വികാരങ്ങൾ വേറെ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ സെന്റൻസ് മനസ്സിൽ വരും. വികാരങ്ങളായിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൊതുവെ. എൻ്റെ എന്താ പറയാ, പൊതുവെ എൻ്റെ ഒരു രീതി എങ്ങനെയാണ്, വികാരങ്ങളിലൂടെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വികാരം വന്നു ഒരു അത്ഭുതം വരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുക എനിക്ക് അത്ഭുതം തോന്നുന്നു എന്താണ് അയാൾ ഇങ്ങനെ പോയതെന്നല്ല,
പിന്നെ എങ്ങനെ പറയാ, എന്തിനാ അയാൾ ഇങ്ങനെ നേരത്തെ പോയത് അല്ലെ? അപ്പൊ അതെങ്ങനെ പറയും? ഇൻഡയറക്റ്റ് ആയി നമുക്കൊരു അത്ഭുതം തോന്നി, എന്താണ് ആവോ എന്നുള്ളത്. അപ്പോ ഐ വണ്ടർ വൈ, ഞാൻ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേട്ടോ, എന്താണ് അയാൾ ഇങ്ങനെ. അപ്പൊ അതാണ് അവിടെ ചേർക്കേണ്ടത്, ഐ വണ്ടർ വൈ. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോഴും അത് ഇൻഡയറക്റ്റ് ആയി, പിന്നെ നമ്മൾ സെന്റൻസ് ഇത്തിരി മാറും. വൈ ഡിഡ് ഹി ലീവ് സോ ഏർലി മാറിയിട്ട് എങ്ങനെ പറയാ, ഡിഡ് പോവും. അപ്പൊ എന്ത് വരും? ലീവ് മാറിയിട്ട് ലെഫ്റ്റ് ആവും. ഐ വണ്ടർ വൈ ഹി ലെഫ്റ്റ് സോ ഏർലി. കിട്ടിയോ? ഐ വണ്ടർ വൈ ഹി ലെഫ്റ്റ് സോ ഏർലി. ഐ വണ്ടർ വൈ ഹി ലെഫ്റ്റ് സോ ഏർലി. ഓക്കെ, ശരിയായോ? അടുത്തത്, ഇതിന് എത്ര ചെലവാകും എന്ന് വെച്ചാൽ അടുക്കള മുഴുവൻ ടൈൽസ് ഒട്ടിക്കണം. ഉള്ള ടൈൽസ് കറപ്പ്, അത് മുഴുവൻ ചവിട്ടി പൊളിച്ച് എടുത്തിട്ട് വെള്ള കളർ ടൈൽസ്, വെള്ളയിൽ മഞ്ഞ കുത്തുള്ള ടൈൽസ് അങ്ങ് ഒട്ടിക്കണം. എനിക്കതാ ഇഷ്ടം. ഇതിന് എത്ര ചെലവാകും എന്ന് ചോദിക്കുക. അപ്പൊ എങ്ങനെ പറയും? എത്ര ചെലവാകും എന്ന് പറഞ്ഞാൽ എത്ര, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്. നമ്മൾ ഏരിയ ഒക്കെ പറഞ്ഞു, എത്ര നിലം എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട്, ചുമര് എത്ര ഉണ്ട്, ഏത് ടൈൽസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക എത്രയാവും, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ കഴിഞ്ഞാൽ ഇതിന് എത്ര ചെലവാകും എന്ന് പറയാമോ? അങ്ങനെ പറഞ്ഞാലേ വില കുറച്ച് തരുള്ളൂ അല്ലെ. ഇനി എത്ര ചെലവാകും എന്ന് ചോദിച്ചാൽ വില കയറ്റി പറയും, കുറച്ച് മായത്തി ചോദിക്കണ്ട. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കാം, ഇതിന് എത്ര ചെലവാകും എന്ന് പറയാമോ ചേട്ടാ പ്ലീസ് എന്ന് പറയുമ്പോൾ, പ്ലീസ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മോളെ 10,000 എങ്കിലും മിനിമം ആവട്ടോ എന്ന് പറയുന്ന ആ ചേട്ടനൊക്കെ 9,999 എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും? പറയൂ, ഇതിന് എത്ര ചെലവാകും എന്ന് പറയാമോ? അപ്പൊ പറയാമോ എന്ന് ചോദിച്ചാൽ കുഡ് യു പ്ലീസ് ടെൽ മീ എന്ത്, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് മാറി, ഡസ് മാറിയിട്ട് കോസ്റ്റ്, കോസ്റ്റ്സ് നാവും. ഹൗ മച്ച് ദിസ് കോസ്റ്റ്സ്. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ മച്ച് ദിസ് കോസ്റ്റ്. കോസ്റ്റ്സ് എന്ന് പറഞ്ഞ് ആരും ഇവിടെ നാവ് ഉളുക്കിപ്പിക്കരുത്. ഹൗ മച്ച് ദിസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ മച്ച് ദിസ് കോസ്റ്റ്. ഓക്കെ, അടുത്തത് ടെക്നിക്ക് കൂടിയിട്ടില്ല നിങ്ങൾക്ക്. അവൾ മീറ്റിങ്ങിന് വരുന്നുണ്ടോ? ഓണാഘോഷ കമ്മിറ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടോ? അവൾ മീറ്റിങ്ങിന് വരുന്നുണ്ടോ? എങ്ങനെ പറയാ? വരുന്നുണ്ടോ, പ്ലാൻ ഉണ്ടോ, പ്ലാനുകൾ പദ്ധതികളൊക്കെ പറയുമ്പോൾ അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇസ് ഷീ കമ്മിങ് ടു ദ മീറ്റിംഗ്? അവൾ വരുന്നുണ്ടോ? ഇസ് ഷീ കമ്മിങ് ടു ദ മീറ്റിംഗ്? ഇസ് ഷീ കമ്മിങ് കേട്ടോ. ഇസ് ഷീ ആണെങ്കിൽ എസ്, ദേ ആണെങ്കിൽ ആർ ദേ കമ്മിങ് ടു ദ മീറ്റിംഗ്. അവർ വരുന്നുണ്ടോ എന്നാണെങ്കിൽ ആർ ദേ കമ്മിങ് ടു ദ മീറ്റിംഗ്. ഓക്കെ, സിമ്പിൾ സെന്റൻസ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ്ക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഗ്രാമർ ഭയങ്കര ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഈ സീരീസിന്റെ ഒപ്പം നിങ്ങൾ ഗ്രാമർ പഠിപ്പിക്കുന്ന സീരീസ് ഒരു കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രാമർ അറിയാത്തവർക്ക് കുറച്ചുകൂടെ ഗ്രാമർ പഠിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കോമെന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഗ്രാമർ സീരീസിന്റെ ഈ സീരീസ് കാണുക, അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കണമെങ്കിൽ ആ സീരീസ് കൂടെ കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും കേട്ടോ. അപ്പൊ ഇസ് ഷീ കമ്മിങ് ടു ദ മീറ്റിംഗ്? ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവൾ മീറ്റിങ്ങിന് വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? അങ്ങനെ ചോദിക്കും. അപ്പോ നിങ്ങൾക്ക് അറിയോ എങ്ങനെ പറയാ? ഡു യു നോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ സെന്റൻസുകളിലെ അവള് മീറ്റിങ്ങിന് വരുന്നുണ്ടോ, അപ്പൊ അതിന് ഉത്തരം എങ്ങനെയാ? വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നില്ല അല്ലെ. യെസ് ഓർ നോ ആണ് എന്റെ ഉത്തരം വരിക അല്ലെ. അങ്ങനെയുള്ള സെന്റൻസുകൾക്ക് വെച്ചാ എസ് ഓർ നോ, ഇങ്ങനെയാണ് ഇങ്ങനെയല്ല, ഉണ്ട് ഇല്ല, ഇങ്ങനത്തെ ഒക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ആ സെന്റൻസിൽ ഒരാളെ കൂടെ ചേർക്കണം. ആരാണ്? ഇഫ്. അപ്പോ ഡു യു നോ ഇഫ് ഷീ ഈസ് കമ്മിങ് ടു ദ പാർട്ടി, അല്ലെങ്കിൽ സോറി ഇവിടെ മീറ്റിംഗ് ആ. ഡു യു നോ ഇഫ് ഷീ ഈസ് കമ്മിങ് ടു ദ മീറ്റിംഗ് കേട്ടോ. ഡു യു നോ ഇഫ് ഷീ ഈസ് കമ്മിങ് ടു ദ മീറ്റിംഗ്. ഇതിന് മുമ്പത്തേലും നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല പറഞ്ഞത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ട് ഇല്ല, അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് യെസ് ഓർ നോ, അങ്ങനെ അതിന് ഉത്തരം അങ്ങനെയായിരിക്കും അല്ലെ. അവൾ പാർട്ടിക്ക് വരുന്നുണ്ടോ, നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറഞ്ഞാൽ പോരെ. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡു യു നോ ഇഫ്, അവിടെ ഒരു ഇഫ് ഇടണം. ഡു യു നോ ഇഫ് ഷീ ഈസ് കമ്മിങ് ടു ദ മീറ്റിംഗ്. ഓക്കെ, ശ്രദ്ധിക്കാം. അവൻ ഹോംവർക്ക് പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഡിഡ് ഹി ഫിനിഷ് ഹിസ് ഹോംവർക്ക് അല്ലെ. അവൻ ചെയ്തോ, പാസ്റ്റിൽ കഴിഞ്ഞതാണോ എന്ന് മാത്രം അറിയണം. അപ്പൊ ഡിഡ് ഹി ഫിനിഷ് ഹിസ് ഹോംവർക്ക്. അപ്പോ ഞാൻ അതിന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അവൻ ഹോംവർക്ക് പൂർത്തിയാക്കിയോ എന്ന് പറയോ, എന്ന് പറയാമോ എന്ന് പറയൂ.
പറയാന്ന് വെച്ചാൽ കുഡ് യു പ്ലീസ് ടെൽ മീ എന്ത് ആൻസർ എങ്ങനെയാ വരിക? അവൻ പൂർത്തിയാക്കിയോ? യെസ് ഓർ നോ? അപ്പൊ എന്താ വരിക? കുഡ് യു ടെൽ മീ ഇഫ് ഹി ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് പറയാമോ? കുഡ് യു ടെൽ മീ ഇഫ് ഹി ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്, അല്ലെ? അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇഫ് ഇടാൻ മറക്കരുത് കേട്ടോ. ആരാണ് ഈ കത്ത് എഴുതിയത്? പണ്ടത്തെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു സിനിമ ഓർമ്മ വരുന്നു. ആരാണ് ഈ കത്ത് എഴുതിയത്? എങ്ങനെ പറയും? ഹു റോട്ട് ദിസ് ലെറ്റർ, അല്ലെ? ആരാണ് എഴുതിയത്? അനു ആണ് എഴുതിയെങ്കിൽ അനു റോട്ട് ദിസ് ലെറ്റർ. അപ്പൊ അനുവിനെ കണ്ടുപിടിക്കണമെങ്കിൽ അനുവിനെ മാറ്റിയിട്ട് ഹു ഇട്ടാ മതി. ഹു റോട്ട് ദിസ് ലെറ്റർ. ഓക്കെ. ഇനി ഈ കത്ത് ആരാണോ എഴുതിയത്, ആരാണാവോ എന്ന് മനസ്സിലായി. ആവോ എന്ന് പറയുമ്പോ ഒരു വണ്ടർ ആണ് അവിടെ. അപ്പൊ എന്ത് പറയും? ഈ കത്ത് ആരാണ് എഴുതിയത് എന്ന് എനിക്ക് അത്ഭുതമുണ്ട് എന്ന രീതിയിൽ പറയണം. ഐ വണ്ടർ ഹു റോട്ട് ദിസ് ലെറ്റർ, അല്ലെ? ഹു റോട്ട് ദിസ് ലെറ്ററിൽ ഡുവോ ഡസോ ഡിഡോ ഒന്നുമില്ല. അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് അങ്ങ് ചേർത്താൽ മതി. ഐ വണ്ടർ ഹു റോട്ട് ദിസ് ലെറ്റർ. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇനി നമുക്ക് പഠിക്കേണ്ടത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സെന്റൻസുകളാണ്. റിക്വസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇന്നത് വേണം എന്ന് പറയുമ്പോൾ കുറച്ച് പാറ്റേൺസ് നമുക്ക് പഠിക്കണം. ഇനി ആ പാറ്റേൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും തകർച്ച കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പാറ്റേൺ പഠിച്ചാൽ മതി. എന്താണ് ചെയ്യേണ്ടത് അതാണ് ആദ്യം പറയേണ്ടത്. ജനാല തുറക്കൂ, ആരെവിടെ, ഡാ ഇങ്ങോട്ട് വന്നേ, ആ ജനാല തുറന്നേ എന്ന് പറയില്ലേ? എന്നുവെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അവനോട് ഭയങ്കര റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സാണ് നമ്മൾ. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര പൊളൈറ്റ് ആവേണ്ട കാര്യമില്ല. അവിടെ ഭയങ്കര പൊളൈറ്റ് ആയാൽ ഭയങ്കര ഒരു ഓക്വേർഡ് ആയിരിക്കും. നമ്മളതുപോലെ ഭയങ്കര ദോസ്തുക്കളാണ്. ആ സമയത്ത് നമ്മൾ ഭയങ്കര ഫോർമലായി സംസാരിച്ചാൽ നമ്മൾ അപ്പം തന്നെ അയാൾ പിടിച്ചിട്ട് ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിൽ കൊണ്ടാക്കും. അതുകൊണ്ട് നോർമലായി സംസാരിക്കുക, അല്ലെ? വളരെ കമ്പനിയായ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണ്ടോ. ഭയങ്കര കമ്പനിയായ ആൾക്കാരുടെ അടുത്ത് മാത്രം ഇത് കമ്പനി, ആ ഭയങ്കര കമ്പനിയാണെന്ന് അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമ്മുടെ ഓഫീസിലെ വല്ല ബോസിന്റെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിക്കരുത്. അവിടെ നമ്മൾ വളരെ ഫോർമലായിട്ട് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് അതും ഇതും നമ്മൾ മാറിപ്പോവാൻ അത് പ്രത്യേകം നോക്കണം. മനസ്സിലായോ? കോണ്ടെക്സ്റ്റ് ആണ് എല്ലാത്തിനും മുമ്പ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഏതാണ് സാഹചര്യം, ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോ ജനാല തുറക്കൂ, അല്ലെങ്കിൽ ആ ജനാലം തോന്നേ എന്നൊക്കെ പറയില്ലേ? എങ്ങനെയാ? ജസ്റ്റ് എന്താ കാര്യം ചെയ്യേണ്ടത്, ചെയ്യേണ്ട പ്രവൃത്തി ആദ്യം പറയാം. തുറക്കുക, ഓപ്പൺ. എന്ത്? ജനാല, ദ വിൻഡോ, ഓപ്പൺ ദ വിൻഡോ. അത്രയും പറഞ്ഞാൽ മതി. ആ ഉപ്പ് നിങ്ങൾ തരൂ. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതൽ വേണം. തൈരൊക്കെ എടുക്കുമ്പോൾ എസ്പെഷ്യലി ആ ഉപ്പ് നിങ്ങൾ എനിക്ക് നീട്ടി തരുമോ, അല്ലെങ്കിൽ പാസ് ചെയ്ത് തരുമോ എന്നൊക്കെ പറയില്ലേ? ആ ഉപ്പൊന്ന് തരൂ. എങ്ങനെ പറയാ? പാസ് മീ ദ സോൾട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പാസ് ചെയ്യണം സോൾട്ട്. അപ്പൊ പാസ് മീ ദ സോൾട്ട്. ഇത്രയും പറഞ്ഞാൽ മതി. ഇവിടെ തെറ്റിക്കെന്ന് പറയോ? യു ഓപ്പൺ ദ വിൻഡോ എന്നൊക്കെ പറയാൻ ടെൻഡൻസി ഉണ്ട്. നീ ഒന്ന് ആ ജനാല തുറക്കൂ. അവിടെ അങ്ങനെ യു ചേർക്കരുത്. സ്റ്റാർട്ടിങ് നമുക്ക് വേർബ് വെച്ച് തുടങ്ങാൻ പാടുള്ളൂ. എന്താണ് പ്രവൃത്തി? ഓപ്പൺ. അവിടെ യു വെച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെന്റൻസ് തെറ്റാണ്. യു പാസ് മീ ദ സോൾട്ട് എന്ന് പറയാൻ പാടില്ല. വെറും പാസ് മീ ദ സോൾട്ട് മതി കേട്ടോ. അവിടെ ആരാ ചെയ്യേണ്ടതെന്നുള്ളത് ആ പറയുന്ന ശബ്ദം കേട്ടിട്ട് അയാൾക്ക് മനസ്സിലാവും. അവിടെ ഇരിക്കുന്ന നമ്മുടെ സ്വന്തം ദോസ്തിന്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ പറയുള്ളൂ. അല്ലാതെ അവിടെ ഇപ്പോ വേറൊരു വീട്ടിലെ അപ്പൂപ്പൻ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ പാസ് മീ ദ സോൾട്ട് എന്ന് അയാളുടെ നമ്മൾ പറയില്ല. അങ്ങനെ പറയരുത്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നമ്മുടെ ഭയങ്കര ദോസ്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഈ ഫോർമാറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരുടെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല. അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് അകൽച്ച തോന്നും പെട്ടെന്ന്. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ അപ്പോൾ എന്താണ് വരുന്നത്, അന്ന് വരെ നീന്ന് വിളിച്ചിരുന്ന ആള് പിന്നെ നമ്മൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ ചെയ്യുന്നൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പറയണ ഇതിൽ നിന്ന് മൈൻഡ് പോയിട്ട് ഇതെന്താ ഇത് ഇങ്ങനെ സംസാരിക്കണേ, നിങ്ങളെന്നൊക്കെ എന്നെ വിളിക്കണേ എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഈ അടുത്തുണ്ടായിട്ടുണ്ട്. അതിപ്പോ പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞാൽ പോട്ടെ, അത് ഇംഗ്ലീഷിനോട് സംബന്ധിച്ച ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ത് കോണ്ടെക്സ്റ്റ്, ആരോടാണ് പറയണമെന്ന്. എന്നെ പിന്നീട് വിളിക്കൂ, അങ്ങനെ പറയും. ഫ്രണ്ടാണ്, എടാ ഞാനൊരു തിരക്കിലാണ്, പിന്നീട് വിളിക്കണേ എന്ന് പറയും. വിളിക്കുക എന്ന് കോൾ. ആരെ? മീ. കോൾ മീ പിന്നീട്. ലേറ്റർ. കോൾ മീ ലേറ്റർ. അപ്പൊ അത്രയും മതി അവിടെ. യു കോൾ മീ ലേറ്റർ എന്ന് പറയരുത്. ഞാൻ വീണ്ടും എടുത്ത് പറയാട്ടോ, ഇത് തെറ്റിക്കരുത്. കോൾ മീ ലേറ്റർ. ഓക്കെ. ഇനി നമുക്ക് ഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കുക? ക്യാൻ യു ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഉപയോഗിക്കാം. കുഡ് യു പ്ലീസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സ്വീറ്റ്. എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് പറയും. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഇതന്നെ വേണമെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ ചോദിക്കാട്ടോ, തെറ്റൊന്നുമില്ല. കുറച്ചുകൂടി പൊളൈറ്റ് ആവണമെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ചോദിക്കാം. ക്യാൻ്റെ കൂടിയും പ്ലീസ് ഇടാം. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ചോദിക്കാട്ടോ. നിങ്ങൾക്ക് വേസ്റ്റ് കളയാൻ പറ്റുമോ?
വീട്ടിൽ വേസ്റ്റ് വന്നിട്ടുണ്ട്, കുറെ നിറഞ്ഞിരിക്കുക, അപ്പൊ ഒന്ന് കളയാൻ പറ്റുമോ ഞാൻ ചോദിക്കും. ക്യാൻ വെച്ചിട്ടും പറയാം, കുഡ് വെച്ചിട്ടും പറയാം. ക്യാൻ വെച്ച് പറയാം. ക്യാൻ യു ടേക്ക് ദ ഗാർബേജ് ഔട്ട്? ടേക്ക് സംതിങ് ഔട്ട്, പുറത്തേക്ക് എടുത്ത് കളയാന്നുള്ള അർത്ഥമാണ് കേട്ടോ. പുറത്തേക്ക് കൊണ്ടുപോകാമോ എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. അതിന്റെ അർത്ഥം ഗാർബേജ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാവുന്നല്ല. ക്യാൻ യു ടേക്ക് ദ ഗാർബേജ് ഔട്ട്? ഓക്കെ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ടേക്ക് ദ ഗാർബേജ് ഔട്ട്? ഒരു മിനിറ്റ് കാത്തിരിക്കാവോ എന്ന് പറയും. ക്യാൻ വെച്ച് ആദ്യം പറയൂ. ക്യാൻ യു പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്? കുഡ് വെച്ചിട്ടോ കുഡ് യു, വേണമെങ്കിൽ പ്ലീസ് ചേർക്കാം. കുഡ് യു പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്? ഓക്കെ, ഇതൊന്ന് വിശദീകരിക്കാവോ എന്ന് പറയും. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്? കുറച്ചുകൂടെ പതുക്കെ എന്ന് വെച്ചാൽ സ്പീഡ് കുറച്ച് സംസാരിക്കാവോ എന്ന് പറയും. ക്യാൻ യു സ്പീക്ക് മോർ സ്ലോലി? അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് സ്പീക്ക് മോർ സ്ലോലി? ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ UK ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഫോർമാറ്റ് ഭയങ്കരമായിട്ട് കേൾക്കും. നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളത്തൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ പറയാന്ന് വെച്ചാൽ ഡു യു മൈൻഡ് കഴിഞ്ഞിട്ട് വേർബിന്റെ ING. നമ്മൾ പറയില്ലേ ജനാല അടയ്ക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ, അങ്ങനെ പറയില്ലേ, അതാണിത്. ഇങ്ങനെ പറയാ, ജനാല അടയ്ക്കുന്നതിൽ വിരോധം ഉണ്ടോ? വിരോധം ഉണ്ടോ എന്ന് പറയുന്നത് ഡു യു മൈൻഡ് എന്ത് വേർബിന്റെ ING. ക്ലോസിംഗ് ദ വിൻഡോ, ഡു യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ? ജനാല അടയ്ക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഡു യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ? അപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് വേറെ ആൾക്കാരുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര തണുക്കണു. അപ്പൊ നമ്മള് വിൻഡോ അടയ്ക്കുന്നതിൽ വിരോധം ഉണ്ടോ എന്ന് ചോദിക്കില്ല. അപ്പൊ അന്ന് വരെ നമ്മൾ കാണാത്ത ആളാണ്, നാളെ കാണാനും പോകില്ല. അപ്പൊ വളരെ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കണം. അപ്പൊ ഡു യു മൈൻഡ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എങ്ങനെ ചെയ്താൽ, അങ്ങനെ ആ ഒരു അർത്ഥമാണ് കേട്ടത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ, ഒരു പ്രശ്നമില്ല, നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. എന്നെ ഒന്ന് സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ അങ്ങനെ പറയും. ഡു യു മൈൻഡ് എന്ത് ഹെൽപ്പിംഗ് മീ? ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? കുറച്ചധികം സാധനങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, തൂക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഒരു കൈസഹായം. ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? ഓക്കെ, ഞാനാണെങ്കിൽ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കില്ല, പക്ഷെ ആവശ്യം അതാ ചോദിക്കേണ്ടി വരുമല്ലോ, അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ചോളൂ. ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? ഒരു നിമിഷം കാത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്ന് പറയും. ഡു യു മൈൻഡ് വെയിറ്റിംഗ് എ മോമെന്റ്? അപ്പോ ഇതിന് ഉത്തരമായിട്ട് ഡു യു മൈൻഡ് ചോദിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞാണെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം വരിക. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നോ ഐ ഡോണ്ട് മൈൻഡ്, നോ ഐ ഡോണ്ട് മൈൻഡ്, അങ്ങനെയാണ് നമ്മൾ ഉത്തരം കൊടുക്കുക. ഇനി ഡു യു മൈൻഡ് അല്ലെങ്കിൽ വേറെ രീതി നമ്മൾ കാണുന്നത് വുഡ് യു മൈൻഡ് ഇഫ്. അതും ഭയങ്കര പൊളൈറ്റ് കേട്ടോ. അത് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ കഴിഞ്ഞിട്ട് വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഡു യു മൈൻഡ് എന്നുള്ള പഠിച്ചാൽ ഡു യു മൈൻഡ് ആയിട്ട് വേർബിന്റെ ING. വുഡ് യു മൈൻഡ് ഇഫ് ഐ, അത് കഴിഞ്ഞ് വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഇത് മറക്കരുത് കേട്ടോ, തെറ്റിക്കരുതേ. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഓക്കെ, വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? അത് 2-3 തവണ പറഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിൽ നോട്ട് അറ്റ് ഓൾ. ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? യൂസ്ഡ് പാസ്റ്റ് ടെൻസ് വേണം. പ്രശ്നമില്ല ഉപയോഗിച്ചോളൂ എന്ന് പറയണമെങ്കിൽ ഗോ ഹെഡ്. ഇനി നമുക്ക് എന്തെങ്കിലും പെർമിഷൻ ചോദിക്കണമെങ്കിൽ ക്യാൻ ഐ വെച്ച് ചോദിക്കാം. എനിക്ക് നിങ്ങളുടെ ഫോൺ തരുമോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? ഫോൺ ബോറോ ചെയ്യാണ്. അപ്പൊ ക്യാൻ ഐ ബോറോ യുവർ ഫോൺ അങ്ങനെ ചോദിക്കാം. ക്യാൻ ഐ ബോറോ യുവർ ഫോൺ? എനിക്കിവിടെ ഇരിക്കാവോ എന്ന് ചോദിക്കും. ക്യാൻ ഐ സിറ്റ് ഹിയർ? എനിക്ക് നേരത്തെ പോകാമോ എന്ന് പറയും. ക്യാൻ ഐ ലീവ് ഏർലി? എന്തെങ്കിലുമൊക്കെ പെർമിഷൻ ചോദിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാം. ഇനി വളരെ ഫോർമൽ ആയിട്ടുള്ള, അപ്പൊ നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥൻ, അയാളുടെ ബോസാന്ന് വിചാരിച്ചു, അപ്പൊ ഭയങ്കര ഒരു ഫോർമൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസ് ആണ്. നമ്മൾ ആരാണ്, ഒരു ടൈപ്പിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ടൈപ്പിസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. ഞാൻ ഏതോ 70s ആളെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വലിയ മേലുദ്യോഗസ്ഥൻ വന്നു നമ്മുടെ ഓഫീസിൽ. വലിയ മേലുദ്യോഗസ്ഥന്റെ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. കളക്ടർ ഒന്നും വിചാരിക്കുക. നമ്മളാരാ? നമ്മളൊരു പ്യൂണാന്ന് വിചാരിക്കുക. അപ്പൊ വലിയ ആളല്ലേ കളക്ടർ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊന്നും അങ്ങനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെയല്ലല്ലോ, അല്ലെ? എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുക, അയാളുടെ പൊസിഷൻ റെസ്പെക്ട് ചെയ്യണം, അല്ലെ? ശരിയാണ്.
പക്ഷെ ഒരാളെ ഇങ്ങനെ അനാവശ്യമായി റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പൊസിഷൻ റെസ്പെക്ട് ചെയ്യണം, അത് ശരിയാണ്. എന്തായാലും നമ്മളിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളല്ലോ ചിന്തിക്കണം. ഇംഗ്ലീഷ് പഠിക്കല്ലേ, അപ്പോൾ ഭയങ്കര ഫോർമലായി നമുക്ക് ചോദിക്കണം. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ വരികയാണ്, അപ്പോൾ ചോദിക്കണമെങ്കിൽ മേ ആയി വെച്ചിട്ടാണ് ചോദിക്കുക. മേ ആയി കഴിഞ്ഞിട്ട് വേർബ്. എനിക്ക് അകത്തേക്ക് വരാമോ, ഇന്റർവ്യൂ ഒക്കെ ഉള്ള സമയത്ത് മേ ഐ കം ഇൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഇനി വീണ്ടും ഓഫീസ് അല്ലെങ്കിൽ കോളേജ് അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ വളരെ പൊളൈറ്റ് ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്ന വെച്ചോ, ഐഡ് ലൈക്ക് യു ടു കഴിഞ്ഞിട്ട് വേർബ്. ആ പാറ്റേൺ ആണ് പഠിക്കേണ്ടത്. നിങ്ങളിത് പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ പറയും? നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ പറയുക വളരെ ഫോർമലായിട്ട്. ഐഡ് ലൈക്ക് യു ടു ചെക്ക് ദിസ്. ഐഡ് ലൈക്ക്, ഐ വുഡ് ലൈക്ക് ആണ് ഐഡ് ലൈക്ക്. ഐഡ് ലൈക്ക് യു ടു ചെക്ക് ദിസ്. ഈ വുഡും കുഡും ക്യാനും ഒക്കെ ഞാൻ വീണ്ടും അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇനിയും ഈ സീരീസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മളെന്ന് വെച്ചാൽ കുഡിന്റെ എല്ലാം പഠിക്കുക, അതോടുകൂടി അതെല്ലാം മറന്നു പോകും. ആ രീതിയിലല്ല, നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് ഞാൻ ഈ സീരീസിൽ കവർ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, ബിഗിനേഴ്സിന് പലപ്പോഴും ഗ്രാമർ പഠിച്ചിട്ട് സെന്റൻസ് പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊരു രോദനം ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഈ സീരീസ് തുടങ്ങിയത്. പലരും വിചാരിക്കുന്നത് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ബിഗിനറിന്റെ സീരീസ് തുടങ്ങുന്നത്. ബിഗിനറിന്റെ സീരീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ഞാൻ ഓൾറെഡി ഗ്രാമറിന്റെ സീരീസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് കാരണമാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എഫക്റ്റീവായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ വീഡിയോ സീരീസ് ഇടുന്നത്. നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ പോലും ഈ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ബിഗിനേഴ്സ് അല്ലാത്തവർക്കും ഇന്റർമീഡിയറ്റ്സിനും ഈവൻ അഡ്വാൻസ്ഡ് ആൾക്കാർക്ക് പോലും പല കോൺസെപ്റ്റും അറിയണ്ടാവില്ല. അപ്പൊ ഇത് കണ്ടിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതൊന്ന് പരിശോധിക്കോ എന്ന് പറയാൻ ഐഡ് ലൈക്ക് യു ടു ചെക്ക് ദിസ്. ഇത് നിങ്ങൾ ഇന്ന് പൂർത്തിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്ന് പൂർത്തിയാക്കണമെന്ന്. അത് വളരെ ഫോർമലായിട്ട് പറയണമെങ്കിൽ I'd like you to finish this today. I'd like you to do this. I'd like you to finish this today. Okay? ഇനി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ പറയാം. അവിടെ വുഡ് യു ബി ഏബിൾ ടു കഴിഞ്ഞിട്ട് വേർബ് ചേർക്കുക. നിങ്ങൾക്കിന്ന് മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ പറ്റുമോ? വുഡ് യു ബി ഏബിൾ ടു ജോയിൻ ദ മീറ്റിംഗ്. ഇങ്ങനൊരു കാര്യം സാധിക്കുമോ നിങ്ങളെ കൊണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസുകൾ. വുഡ് യു ബി ഏബിൾ ടു ജോയിൻ ദ മീറ്റിംഗ്. നിങ്ങൾക്ക് ഇതൊന്ന് പൂർത്തിയാക്കാൻ കഴിയുമോ? അങ്ങനെ പറയും. വുഡ് യു ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ടുഡേ. ഞാൻ ശ്രമിക്കാം അങ്ങനെ പറയും. ഐ ട്രൈ. ഇനി എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണം, അങ്ങനെ പറയും. ഐ നീഡ് സം ഹെൽപ്പ്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഷുവർ, വാട്ട് ഡു യു നീഡ്. ഇതൊക്കെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെന്റൻസുകളാണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഐ നീഡ് സം ഹെൽപ്പ്. ഐ നീഡ് സം ഷുഗർ. കുറച്ച് പഞ്ചസാര വേണ്ടിയിരുന്നു. ഐ നീഡ് സം ഹെൽപ്പ്. ഓ, എന്താ വേണ്ടേ? വാട്ട് ഡു യു നീഡ്. എനിക്കിത് തുറക്കാൻ കഴിയണില്ല, അങ്ങനെ പറയും. ഐ കാൺട്ട് ഓപ്പൺ ദിസ്. ഇത്ര ശ്രമിച്ചിട്ട് തുറക്കാൻ പറ്റില്ല. ഐ കാൺട്ട് ഓപ്പൺ ദിസ്. ഞാൻ സഹായിക്കട്ടെ. ലെറ്റ് മീ ഹെൽപ്പ് യു. ഞാൻ റെസ്റ്റ് റൂം തേടുകയാണ്. അത് എവിടെയാണ്? എങ്ങനെ പറയാ? ഐ എം ലുക്കിംഗ് ഫോർ ദ റെസ്റ്റ് റൂം. അത് അവിടെയാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചത്. ഇറ്റ്സ് ഓവർ ദെയർ. ഇനി എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കിത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചോദിക്കും. നിങ്ങൾക്കിത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ദിസ് നൗ. അർജൻസി കാണിക്കാനാണ്. ക്യാൻ യു ഡു ദിസ് നൗ. എനിക്കിത് ഉടനെ ആവശ്യമാണ്. എങ്ങനെ പറയും? ഐ നീഡ് ദിസ് ഇമ്മീഡിയറ്റ്ലി ആണ് വാക്ക്. ഐ നീഡ് ദിസ് ഇമ്മീഡിയറ്റ്ലി. എന്തെങ്കിലും വേണമെങ്കിൽ ഐ നീഡ് ദിസ്. അത് അത്യാവശ്യമാണ് കേട്ടോ. ഉടനെ വേണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. ഒന്ന് പെട്ടെന്ന് ചെയ്യോ, പ്ലീസ് ഹറി. നമുക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിപ്പോൾ ടൈപ്പ് ചെയ്യാം ഒരാൾ ഇമെയിലിൽ. എൻ്റെ ഇമെയിൽ ID ഒന്ന് പെട്ടെന്ന് പ്ലീസ് ഹറി. ഓക്കെ. ഇനി ഇതിൻ്റെയൊക്കെ ഉത്തരമായിട്ട് തീർച്ചയായും എന്നൊക്കെ പറയാം. എങ്ങനെ അറിയില്ല. ഷുവർ, ഓഫ് കോഴ്സ്, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരം കൊടുക്കാം. ഇനി പറ്റില്ലെങ്കിൽ സോറി, ഐ കാൺട്ട് റൈറ്റ് നൗ. സോ ഇപ്പം എനിക്ക് പറ്റില്ല കേട്ടോ. ഐ കാൺട്ട് റൈറ്റ് നൗ. അല്ലെങ്കിൽ ഞാൻ ഇത്തിരി തിരക്കിലാണ്. ഐ എം എ ബിറ്റ് ബിസി. കുറച്ച് കഴിഞ്ഞിട്ട്, മേ ബി ലേറ്റർ എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ ഒന്ന് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇത് എത്ര മണിക്കാണ് എന്ന് പറയുന്നതിന് പകരം ഇത് എത്ര മണിക്കാണെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡു യു നോ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്ലോസ് വരുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ മാറും. ഡൂ ഡസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വേർബിന് അതനുസരിച്ച് ചേഞ്ച് ചെയ്യുക. ഡിഡ് ഉണ്ടെങ്കിൽ വേർബിന് പാസ്റ്റ് ടെൻസ് ആക്കുക. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്ത് വേണം? ഇഫ് ആഡ് ചെയ്യണം അല്ലെ. കെൻ ടെൽ മീ ഇഫ്. അങ്ങനെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്?
കുറെ റിക്വസ്റ്റിന്റെ പാറ്റേൺസ് അല്ലെ, നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് ഡു ദിസ് എന്നുള്ള രീതിയിൽ, ഈറ്റ് ദിസ്, ഓപ്പൺ ദി വിൻഡോ എന്നുള്ള രീതിയിലൊക്കെ പറയാം. പിന്നെ നമ്മൾ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പം ക്യാൻ യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് വെച്ചിട്ട് പറയാം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഡു യു മൈൻഡ് അല്ലെ, വുഡ് യു മൈൻഡ് ഇഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സെൻസുകളൊക്കെ പഠിച്ചു അല്ലെ. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫ്രേസസ് ആണ്. ഈ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയണമെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്താൽ മതി, ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് കോമന്റിൽ ഇടാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലയോ എന്ന്. ഓക്കെ, ആദ്യത്തത്, അവർ ഇന്നലെ എവിടെ പോയി? അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അവർ ഇന്നലെ എവിടെ പോയി എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് എഴുതാം. അടുത്ത ചോദ്യം, വാതിൽ അടയ്ക്കുന്നതിൽ വിരോധമുണ്ടോ? വിരോധമുള്ള ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല, എങ്ങനെ വെച്ച് പറയാന്ന്. അടുത്തത്, വുഡ് യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ആണോ സാറ്റ് ഹിയർ ആണോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നിങ്ങൾ സെന്റൻസസ് ഉണ്ടാക്കണം. ഇതാണ് കാര്യം. വെയിറ്റ് ഹിയർ, ഇവിടെ വെയിറ്റ് ചെയ്യൂ എന്നുള്ള സെന്റൻസ് ആണ്. അത് നമ്മൾ ആദ്യം ക്യാൻ യു അല്ലെങ്കിൽ കുഡ് യു വെച്ചിട്ട് ചെയ്യുക. രണ്ടാമത്തെ സെന്റൻസ് ഡു യു മൈൻഡ് വെച്ചിട്ട് ഇതേ സെന്റൻസ് ഉണ്ടാക്കുക. മൂന്നാമത്തത് ഐഡ് ലൈക്ക് യു ടു വെച്ചിട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിൽ സെന്റൻസ് ഉണ്ടാക്കുക. ക്യാൻ യു അല്ലെങ്കിൽ കുഡ് യു ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, ഒരേപോലെ അല്ലത്. പിന്നെ ഡു യു മൈൻഡ് വെച്ചിട്ട്, പിന്നെ ഐഡ് ലൈക്ക് യു ടു വെച്ചിട്ട് ഇതേ സെന്റൻസ് എന്ന് വെച്ചാൽ വെയിറ്റ് ഹിയർ എന്നുള്ള ആ സെന്റൻസ് പല രീതിയിൽ ഇങ്ങനെ പറയാം. അപ്പൊ എഴുതി ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ഉണ്ടാക്കി നിങ്ങൾക്ക് അത്യാവശ്യം ഓരോ സാഹചര്യങ്ങളിൽ റിക്വസ്റ്റ് മേക്ക് ചെയ്യാനും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ നിങ്ങൾ പഠിക്കും. ഈ സീരീസ് ഞാൻ എടുത്തു പറയാണ്, ഇതുവരെ ഞാൻ ചെയ്ത സീരീസ് പോലെയല്ല, വളരെ യൂസ്ഫുൾ സീരീസ് ആണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് ഫസ്റ്റ് ലെസൺ മുതൽ കണ്ട് നല്ല തറവാക്കി കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻസ് താഴെ കാണണം കേട്ടോ, ഉഴപ്പരുത്. 4ാമത്തെ ലെസൺ ആകുമ്പോഴേക്കും കുറെ പേർക്ക് ഉഴപ്പാനുള്ള ടെൻഡൻസി. ആദ്യത്തെ ലെസനൊക്കെ നന്നായി ചെയ്യും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ ലെസന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് മുതൽ കാണുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സീരീസ് ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.